ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പപ്പായ ഫ്രൈ ഉണ്ടാക്കിയാലോ? വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പുതിയ കൂട്ടുകാരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും വേണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു പപ്പായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി എടുത്താണ് ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പപ്പായ തൊലി കളഞ്ഞ് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ പാകത്തിന് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് തിളക്കാൻ തുടങ്ങുമ്പോൾ പപ്പായ അതിലേക്കിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ അതിൽ നിന്നും കോരി തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലെ വെള്ളം ഒന്ന് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനാണ് വന്നിട്ടുള്ളത്. 5 മിനിറ്റിൽ കൂടുതൽ ഇത് നമ്മൾ വേവിച്ചാൽ ഇതുപോലെ ഉടഞ്ഞു പോകും. ഇതിപ്പോൾ ഉടയാതെ നല്ല പാകത്തിനാണ് വന്നിട്ടുള്ളത്. ഇതിലെ വെള്ളം പൂർണ്ണമായും മാറ്റിയെടുക്കണം. വല്ല കോട്ടൺ തുണിയോ എന്തെങ്കിലും ഉപയോഗിച്ച് തുടച്ച് മാറ്റിയാലും മതി. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇതിൽ യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് അധികം മസാലയൊന്നും ആവശ്യമില്ല. മസാല നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതിൽ തിരിഞ്ഞ് യോജിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പുറമെ നല്ലൊരു കോട്ടിങ് വരണം. കോൺഫ്ലവർ ചേർത്തത് കുറവാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വീണ്ടും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ചൂടായി വരുമ്പോൾ ഇത് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് മറ്റേ ഭാഗം കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മിക്കവാറും എല്ലാ വീടുകളിലും പപ്പായ ഉണ്ടാകും. ഒരു തവണയെങ്കിലും നിങ്ങളിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് നോക്കണം. ഇതിന് കൂടുതൽ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. കുറച്ച് എണ്ണ ഒഴിച്ച് ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് നല്ല ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ആദ്യത്തേത് കോരി മാറ്റി രണ്ടാമത്തേത് ഫ്രൈ ചെയ്യാനുള്ളത് വീണ്ടും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ എണ്ണ ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നമ്മൾ വീണ്ടും ഈ എണ്ണ ഉപയോഗിക്കില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല ഫ്രൈ ആയി വന്നതുകൊണ്ട്. ഇനി ടൊമാറ്റോ സോസോ എന്തെങ്കിലും സോസിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.